നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ട്രാൻസ്ഫർ ജാലകത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ സുപ്രധാനമായ പല നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നലെ നടന്നൊരു നീക്കം എന്ന് പറഞ്ഞാൽ ആൻഡി റോബർട്ട്സിനെ കൊണ്ടുപോകാൻ ടോട്ടനാം ശ്രമം നടത്തുന്നു. ഒഫീഷ്യൽ ബിഡ് കൊടുത്തിരിക്കുന്നു. ലിവർപൂളും സ്പേഴ്സും തമ്മിൽ താരത്തിൻ്റെ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ചർച്ചകളിലാണ് എന്ന് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. താരം ലിവർപൂൾ വിട്ട് ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് ചേക്കേറും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇതാ കോസ്റ്റാസ് സിമിക്കാസിന് ലിവർപൂളിലേക്ക് തിരികെ പോകാനുള്ള ഗ്രീൻ ലൈറ്റ് AS റോമ കൊടുത്തിരിക്കുന്നു. റോബർട്ട്സൺ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ, സ്പേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ കോസ്റ്റാസ് സിമിക്കാസ് തിരികെ ലിവർപൂളിലേക്ക് എത്തും. സിമിക്കാസും റോമയും തമ്മിലുള്ള ബന്ധം ഓൾമോസ്റ്റ് ഓവറായിരിക്കുന്നു. അദ്ദേഹം തിരികെ ലിവർപൂൾ FC മടങ്ങിയെത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീക്കം ഇന്നലെ നടന്നത് യാസർ അസ്പ്രിയ ഗാലറ്റസറായിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ജിറോണയുമായിട്ട് വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനീഷ്യൽ ലോൺ ഡീലാണ്, അതോടൊപ്പം തന്നെ ബൈ ക്ലോസുമുണ്ട്. എന്തായാലും കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നൊരു റൂമറായിരുന്നു 23 മില്യൺ യൂറോക്കാണ് ഈ ഡീല് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. മറ്റൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരം ഫബ്രീസിയോ റൊമാനോ എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു ടാമി അബ്രഹാമിൻ്റെ കാര്യം. ടാമി അബ്രഹാം ആസ്റ്റൺ വില്ലയിലേക്ക് പോകുന്നു എന്നുള്ളത്. അത് ഹിയർ വി ഗോ ഒക്കെ ആയി കഴിഞ്ഞു. ഫബ്രിസിയോയുടെ ഭാഷയിൽ പറഞ്ഞ ഹിയർ വി ഗോ ആയി. വെർബൽ എഗ്രിമെൻറ്റ് നേരത്തെ തന്നെ നടന്നിരുന്നതാണ്. ഇപ്പോൾ ബെസിക്താസിൽ നിന്ന് താരമിത ആസ്റ്റൺ വില്ലയിലേക്ക് പോവുകയാണ്. 21 മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ പ്ലസ് ആഡ് ഓൺസ് ഉണ്ടായിരിക്കും. ഏതായാലും ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. യാസിൻ ഒസ്ഗാനും ഈ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ട് വരുന്നുണ്ട്. ആസ്റ്റൺ വില്ല FC ഇൻ തുർക്കി നൗ വിത്ത് ദെയർ ഡയറക്ടേഴ്സ് ടു ഫോർമലി സീൽ ദി ഡീൽ എന്ന വിവരം കൂടി ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ യൂസഫ് നെസീരിയുടെ കാര്യത്തിൽ യുവൻറ്റസും ഫെണർബാഷയും തമ്മിൽ ഒരു ഡീലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വെർബൽ എഗ്രിമെൻറ്റ് ക്ലബ്ബുകൾ തമ്മിൽ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. ലോൺ വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് ആണ് എന്ന് പറഞ്ഞാൽ മാൻഡറ്ററി ക്ലോസ് ആണ് വെക്കാൻ പോകുന്നത്. ഫൈനൽ ഡീറ്റെയിൽസ് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവൻറ്റസ് വിചാരിക്കുന്നത് അവർക്ക് ഈ ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. അതായത് യൂസഫ് നെസീറി മൂവ് ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അർജന്റീൻ താരം ഗോയിഡോ റോഡ്രിഗസ് അദ്ദേഹം വലൻസിയയിലേക്ക് എത്തുന്നു. ഈ കാര്യവും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ളതാണ്. വെസ്റ്റ് ഹാമുമായിട്ട് ഒരു ഡീലിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോയിഡോ ഫ്രീ ട്രാൻസ്ഫറിൽ മൂവ് ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മെഡിക്കലും മറ്റു കാര്യങ്ങളുമൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് ഗാലറ്റസറായി കൺഫേം ചെയ്തതാണ് 2 മില്യൺ യൂറോക്ക് ലോൺ ഫീ, 2 മില്യൺ യൂറോക്ക് നോ ലോങ് ട്രാൻസ്ഫർ ആവുന്നു. അതോടൊപ്പം തന്നെ 30 മില്യൺ ബൈ ഓപ്ഷൻ ക്ലോസും ഉണ്ട്. അത് മാൻഡേറ്ററി അല്ല എന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഒരു ട്രാൻസ്ഫർ അവിടെ സംഭവിക്കുകയാണ്. പിന്നെ ഇന്നലെ ഇന്റർ മയാമി അവരുടെ ഒരു പുതിയ ഗോൾ കീപ്പറെ സൈൻ ചെയ്ത കാര്യം ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന 29-കാരനായിട്ടുള്ള അമേരിക്കൻ ഗോൾ കീപ്പർ ലൂയിസ് ബറാസയെ ടീമിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഫ്രീ ഏജൻ്റായിട്ടാണ് എത്തുന്നത്. DC യുണൈറ്റഡുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർഡ് ആയിരുന്നു എൻഡ് ഓഫ് ദി ലാസ്റ്റ് ഇയർ. അതിനെ തുടർന്ന് അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് ഇന്റർ മയാമിയിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം ഡഗ്ലസ് ലൂയിസിൻ്റെ കാര്യത്തിൽ ചെൽസി താല്പര്യവുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി അവർ യുവൻറ്റസുമായിട്ട് അപ്രോച്ച് നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ബൈ ഓപ്ഷന് താല്പര്യമില്ല. ചെൽസിക്ക് വേണ്ടത് സ്ട്രൈറ്റ് ലോൺ ഡീലാണ്. ഡഗ്ലസ് ലൂയിസ് ബ്രസീലിയൻ താരം ഒരുപക്ഷെ ചെൽസിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടി തെളിയുന്നു എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന മറ്റൊരു സുപ്രധാന വിവരം. ഇതൊക്കെയാണ് സുപ്രധാനമായിട്ട് നടന്നിട്ടുള്ള വിവരങ്ങൾ. ബാക്കി കാര്യങ്ങൾ വരുന്ന മുറക്ക് നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.